പാലക്കാട് യുവതിയെ ഭർതൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവ് പ്രദീപിനെതിരെ ആരോപണവുമായി ബന്ധുക്കൾ. വടക്കഞ്ചേരി സ്വദേശി നേഗ സുബ്രഹ്മണ്യനെ ഇന്നലെ രാത്രിയിലാണ് ആലത്തൂർ തോണിപ്പാടത്തെ ഭർതൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നേഗയെ കൊന്നതാണെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ഭർത്താവ് പ്രദീപ് നേഗയെ പലവട്ടം ഉപദ്രവിച്ചിരുന്നതായും ബന്ധുക്കൾ ആരോപിക്കുന്നു. സംഭവിച്ചത് കല്യാണം കഴിഞ്ഞ മുതലേ അവന് ശല്യപ്പെടുത്തുന്നുണ്ടായിരുന്നു. ചെറുതായിട്ട്, കാര്യമില്ലെങ്കിലും ചെറുതായിട്ട് തല്ലൽ പിടിക്കൽ, അങ്ങനെ കാര്യമായിട്ട് ഞങ്ങളും കണക്കാക്കിയില്ല. അതിന് ശേഷം ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായി. 2 വർഷം കഴിഞ്ഞതും കുട്ടികളുണ്ടാകില്ല എന്ന് പറഞ്ഞിട്ട് അതൊരു ശല്യം ഉണ്ടായിരുന്നു. പിന്നെ 2 കൊല്ലം കഴിഞ്ഞ് 3 കൊല്ലം കഴിഞ്ഞതും കുട്ടിയായി, ഒരു കുട്ടിയായി, പെൺകുട്ടി. അതിപ്പോൾ 3 വയസ്സായി. അങ്ങനെയായിട്ട് ഇപ്പോൾ തല്ലു അടിക്കൽ ഒരു വിധം ഇതായി. ഞാനും ഏട്ടന്മാനും കൂടി പോയിട്ട് കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞു. തല്ലു അടിക്കും ചെയ്യണ്ട, നിനക്ക് വേണമെങ്കിൽ വീട്ടിൽ കൊണ്ടാക്ക്. ഞാൻ പറഞ്ഞ കാര്യമാണത്. നിനക്ക് വേണ്ടെങ്കിൽ നിനക്ക് വീട്ടിൽ കൊണ്ടാക്ക്, വേറെ തല്ലു അടിക്കുക അത് ചെയ്യണ്ട, അത് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. ഇനി മേലാൽ തല്ലി ശരീരത്ത് തൊട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് ഞങ്ങൾ വന്നതാണ്. പിന്നീട് അതേപോലെ കുറച്ച് ദിവസം ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വീണ്ടും തുടങ്ങി എന്നെ പോലെ അങ്ങനെ വല്ലോ. പക്ഷേ അവളിനോട് പറഞ്ഞു, എനിക്ക് വേണമെങ്കിൽ ഇവിടെ വീട്ടിൽ വന്നിരിക്കേ എന്ന് പറഞ്ഞു. അപ്പോൾ അത്ര കാര്യമൊന്നുമില്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോട്ടെ എന്നും പറഞ്ഞിട്ടാണ് അവൾ പോയത്. ഇന്ന് 2-3 ദിവസം മുന്നും കൂടി വന്നിട്ടുണ്ടായിരുന്നു. എല്ലാ രാത്രിയിലും 10 മണിക്ക് വിളിക്കും, എല്ലാ ദിവസവും വിളിക്കും. അമ്മയാണ് വിളിക്കുക, അമ്മനെ വിളിക്കുക. അപ്പോൾ അങ്ങനെ ഇന്നലെ അതുപോലെ 10 മണിക്ക് വിളിച്ചിട്ട് വന്നു. വിഷമമുണ്ടെങ്കിൽ അവൾ പറയാറുണ്ട് ഫോണിൽ കൂടെ. പക്ഷെ അപ്പോൾ ഉണ്ണി അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ നീ വീട്ടിൽ വന്നിരിക്കും എന്ന് പറയും. ഇല്ല ആൻറ്റി, കുട്ടിയുണ്ടല്ലോ, കുട്ടി ഞാൻ സുഖമായി ജീവിക്കും, പക്ഷേ എങ്കിലും ഞാൻ ആത്മഹത്യ ചെയ്യില്ല, ഞാൻ ഒരിക്കലും ചെയ്യില്ല, എൻ്റെ കുട്ടി ഞാനും കൂടി ഇരുന്നാലും ഞാൻ ചെയ്യില്ല എന്നാൽ അവൾ വാക്ക് തന്നിട്ടുണ്ട്. അവൾ ഒരിക്കലും ചെയ്യില്ല. അവളെ കൊന്നതാണ്, അവൻ രോഗി കൊന്നതാണ്. അവന് തൂക്കുകയറി വിധിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ പെണ്ണുകൾ തല്ലിക്കൊല്ലും, ഉറപ്പാണ്. ഞങ്ങൾക്ക് അത്ര എന്നെ മകളെ പൊന്നുപോലെ വളർത്തിയതാണ്. 8 മാസത്തെ കുട്ടിയാണ്, 8 മാസത്തിൽ പെറ്റതാണ് അവളുടെ. ഞങ്ങൾ പൊന്നുപോലെ നോക്കി എല്ലാവർക്കും പപ്പി പപ്പി പറഞ്ഞ ജീവനാണ്. ഞങ്ങൾ അവൻ വെളിയിലിറങ്ങിയ ഞങ്ങൾ പെണ്ണുകൾ തല്ലിക്കൊല്ലും, ഉറപ്പാണ്. അതിന് ഒരു മാറ്റമില്ല. അവന് തൂക്കുകയറി വിധിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ പെണ്ണുകൾ ഇറങ്ങും, ഉറപ്പ്. ഇവൻ ആസ്പത്രിയിൽ ഇവിടെ അഡ്മിറ്റാക്കാത്ത മുന്നേ ചങ്ങലയും മാലയൊക്കെ ഊരിയിട്ടാണ് ഒരു സുഖമില്ലാത്ത കുട്ടീനെ അഡ്മിറ്റാക്കണത് തന്നെ. അവനെ തൂക്കുകയറിട്ട് കൊല്ലണം, ഞങ്ങൾ സമ്മതിക്കില്ല. ഞാൻ ആൻറ്റിയാണ്, മൂത്തൻ്റെയാണ് ഞാൻ. എൻ്റെ പൊന്നുപോലെ ഇരിക്കണം. മകളെ കൊന്നില്ലേ, തൊള്ളിപ്പിടിച്ച് പോക്കി കൊന്നില്ലേ, അവൾക്ക് വെറുതെ വിടാൻ ഒരിക്കലും ഞങ്ങൾ സമ്മതിക്കില്ല. ഞാൻ വെറുതെ വിടാൻ പാടില്ല. മരണത്തിൽ അസ്വാഭാവികത തോന്നിയതിനാൽ ആശുപത്രി അധികൃതർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. വിവരങ്ങളുമായി അജിത് ബാബു നമുക്കൊപ്പം ചേരുകയാണ്. അജിത്ത്, 25 വയസ്സുള്ള ഒരു യുവതിയാണ് അസ്വാഭാവികമായിട്ടുള്ള സാഹചര്യത്തിൽ മരിച്ചത്. 5 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട്. നോക്കൂ, ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ ഭർത്താവിനെതിരെ ഉന്നയിക്കുന്നത് നേഗയുടെ കുടുംബാംഗങ്ങൾ. പോലീസിൽ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടോ അജിത്ത്? തീർച്ചയായും ആലത്തൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച് പ്രദീപിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പ്രദീപിനെ ഇപ്പോൾ ചോദ്യം ചെയ്ത് വരികയാണ്. വിശദമായി ഈ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കുകയാണ്. നേരത്തെ തന്നെ ഈ കുടുംബം നിരവധിയായിട്ടുള്ള കാര്യങ്ങളാണ് പോലീസിനോട് ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ചും ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളായി, അതിനുശേഷം ആദ്യത്തെ 2 വർഷം കുട്ടികൾ ഉണ്ടായിരുന്നില്ല. അതിൻ്റെ പേരിൽ ഇത്തരത്തിൽ നേഗയെ മർദ്ദിച്ചിരുന്നു പ്രദീപ് എന്നുൾപ്പെടെയുള്ളതാണ് ഈ കുടുംബം പറയുന്നത്. അതിനുശേഷം ഈ വീട്ടുകാരുൾപ്പെടെ ഇടപെട്ടുകൊണ്ട് ഇനി ഇത്തരത്തിൽ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടാകരുതെന്നുൾപ്പെടെ പ്രദീപിനോട് പറയുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ പിന്നീടും ഈ മർദ്ദനം ആവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇതോടുകൂടി മകളോട് വീട്ടിൽ വന്ന് നിൽക്കാൻ ഈ കുടുംബം പറഞ്ഞു എന്നുള്ളതാണ് അച്ഛൻ ഉൾപ്പെടെ നമ്മളോട് പറയുന്നത്. അതിനുശേഷം ഈ മകളുണ്ടായതിനു ശേഷം പിന്നീടും ഈ മർദ്ദനം തുടരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ ഒരിക്കലും നേഗ ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവില്ല എന്നുൾപ്പെടെയാണ് കുടുംബം പറയുന്നത്. ഇന്നലെ രാത്രി 10 മണിയോടുകൂടി നേഗ വീട്ടിലേക്ക് വിളിക്കുകയും പിറ്റേ ദിവസം രാവിലെ വിളിക്കാമെന്ന് പറയുകയും ചെയ്തു. പക്ഷേ അതിനുശേഷവും രാത്രിയോടുകൂടി പ്രദീപിൻ്റെ ഫോൺ വരികയായിരുന്നു. ഇത്തരത്തിൽ ആശുപത്രിയിലാണ്, ഇത്തരത്തിൽ കുഴഞ്ഞു വീണു എന്നുൾപ്പെടെയുള്ള പറഞ്ഞു എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. പക്ഷേ പിന്നീട് ഈ കാര്യത്തിൽ പ്രാഥമികമായി സംസാരിച്ചപ്പോൾ തന്നെ കുടുംബത്തിന് ദുരൂഹത
തോന്നി എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി അവർ പറയുന്നുണ്ട്. പോലീസിനോട് ഉൾപ്പെടെ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പോലീസ് ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തുകയാണ്. നിലവിൽ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ തന്നെ ആശുപത്രി അധികൃതർക്ക് ഇക്കാര്യത്തിൽ ഒരു സംശയം തോന്നിയതിൻ്റെ പേരിലാണ് പോലീസിലേക്ക് വിവരം അറിയിച്ചത്. നിലവിൽ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. പോസ്റ്റ്മോർട്ടം നടക്കുമ്പോഴാണ് ഈ കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനിയുണ്ട്. എന്നാലും ഈ കാര്യത്തിൽ വളരെ പ്രധാനമായ ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പെൺകുട്ടിക്ക് നിരന്തരമായ മർദ്ദനമേറ്റിരുന്നു എന്നുള്ള കാര്യം അടുത്തുള്ള ആളുകളും ബന്ധുക്കളും കുടുംബവും എല്ലാം പറയുന്നുണ്ട്. വ്യക്തമാണ് അജിത്ത്.